UDF ആകെ പറയാനുണ്ടായിരുന്നത് കൈക്കൂലി കൊടുത്തുകൊണ്ടാണ് വോട്ട് ശേഖരിക്കുന്നത് എന്നാണ്. കൈക്കൂലി മന്ത്രിമാരുടെ കൈക്കൂലിയല്ല. മുമ്പ് അതായിരുന്നല്ലോ സാധാരണ ചർച്ച. 9 കൊല്ലക്കാലം കൊണ്ട് ഒരു മന്ത്രിക്കെതിരായിട്ട് ഒരാരോപണം ഉന്നയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ട് പറഞ്ഞത് ഏതാ കൈക്കൂലി? തിരഞ്ഞെടുപ്പ് വരുമ്പോൾ 62 ലക്ഷം ആളുകൾക്ക് കൈക്കൂലി പോലെ ക്ഷേമ പെൻഷൻ നൽകുന്നു എന്നാണ്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വത്തെ സംബന്ധിച്ച് എന്താ പറയുക? അത് ജനങ്ങളൊക്കെ അവിടെ നല്ലപോലെ പ്രതികരിച്ചു. ഞങ്ങൾ അപമാനിക്കലാണ് എന്ന് പറഞ്ഞു. ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൃത്യമായിട്ട് ഇപ്പോഴാണ് എല്ലാ ജീവനക്കാർക്കും ഉൾപ്പെടെ പെൻഷൻ. പാവപ്പെട്ട അധ്വാനിച്ച പഴയ കാലം 10-60 വയസ്സുവരെ അധ്വാനിച്ച പാവപ്പെട്ട മനുഷ്യന് ക്ഷേമ പെൻഷൻ്റെ ഭാഗമായിട്ട് 1600 രൂപ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായിട്ട് നൽകുമ്പോൾ അത് കൈക്കൂലിയാണ് എന്ന അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് അവരെത്തി.